അന്ന് അവൻ ആ പെരുമാറിയത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പകരം വീട്ടാനായിട്ട് കാത്തിരിക്കാൻ ഒരവസരം കിട്ടട്ടെ. ദിവസം കഴിയുമ്പോഴും എനിക്ക് അതിനോടുള്ള ദേഷ്യവും വാശിയും റിവെഞ്ച് ചെയ്യാനുള്ള ആഗ്രഹം കൂടി വരികയാണ്. മറ്റുള്ളവരോടുള്ള ദേഷ്യം, വാശി, അസൂയ, പ്രതികാര ബുദ്ധി ഇതൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ആ ഒരു എനർജിയിലോട്ട് തന്നെയാണ് എത്തിക്കുന്നത്, അല്ലെ? അവർ നമ്മളോട് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യത്തോടെ ഓർക്കുന്ന കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളും അവരോട് ചെയ്തിട്ടുണ്ടാവാം. വി ഓൾ ആർ നോട്ട് പെർഫെക്റ്റ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒരു പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാം, വെറുപ്പിക്കാം, അല്ലെ? നമ്മള് ഈ ദേഷ്യം, വാശി, അസൂയ, വെറുപ്പ് ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ എത്രയോ വിലപ്പെട്ട സമയം കളയാതെ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർസെൽഫ്. ഈ ലൈഫിൽ നിങ്ങൾക്ക് എത്രയോ ദൂരം പോകാനുണ്ട്. വളരെ ഹാപ്പി ആയിട്ട്, ലവിങ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റട്ടെ. നമ്മളെ ദേഷ്യപ്പെട്ടവരെ, വെറുപ്പിച്ചവരെ, മുറിവേൽപ്പിച്ചവരെ അതിന്റെ പ്രതികാരത്തിന് പോയിട്ട് നമ്മുടെ നല്ല സമയം കളയേണ്ടതില്ല. നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, പീപ്പിൾ പ്ലീസിങ്, ഒരുപാടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാം മാറ്റിയിട്ട് ബിൽഡ് യുവർ സെൽഫ് സ്ട്രോങ്ലി. വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല എനർജീസ് അട്രാക്ട് ചെയ്യുക, നിങ്ങളെ ഫോക്കസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.